ഇത് നിങ്ങൾക്കെല്ലാം ഇപ്പം ലഭ്യമാവുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ആമുഖമായി പറയേണ്ട കുറേ കാര്യങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ സാമാന്യം സമഗ്രമായ ഒരു പ്രകടന പത്രികയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി CPIM-ന്റെ പ്രകടന പത്രിക ഡൽഹിയിൽ പ്രകാശിപ്പിക്കപ്പെട്ടതാണ്. CPI-യുടെ പ്രകടന പത്രികയും ഡൽഹിയിൽ പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ ബാധിക്കുന്ന പൊതുവിലുള്ള പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള പ്രകടന പത്രികകളിലാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇന്നിപ്പോൾ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാക്കിയ ഈ പ്രകടന പത്രിക 41 ഖണ്ഡികകളിലായി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ അടിസ്ഥാന സൗകര്യ വികസനം മുതൽ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം, കോഴിക്കോടൊരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സെന്റർ അത് സ്ഥാപിതമാകേണ്ടതിന്റെ ആവശ്യകത, ഇന്ത്യയിലെ ഏക സാഹിത്യ നഗരമാണ് കോഴിക്കോട്, ആ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ എങ്ങനെ കോഴിക്കോടിന്റെ പെരുമ ഉയർത്താൻ കഴിയും, ഈ കാര്യങ്ങളെല്ലാം ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനിയും പ്രതിപാദിക്കേണ്ടവ ഉണ്ടാവാം. അത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളുടെ ചർച്ചയിലൂടെയും സംവാദത്തിലൂടെയും അത്തരം ആശയങ്ങൾ ഉയർന്നു വരും. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് ഇളവരം കരീം ഇവിടെ വിജയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഏപ്രിൽ 26 വോട്ടെടുപ്പ് കഴിഞ്ഞ് ജൂൺ 4 വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുമ്പോൾ സഖാവ് ഇളവരം കരീമാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ കൂടുതൽ വിശദമായ ചർച്ചകൾ എങ്ങനെ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ സഖാവ് കരീമിന് ഇടപെടാൻ പറ്റും. ഇതിൽ ഉൾപ്പെടുത്തപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ചർച്ചയിലൂടെ ഇതിനെ കൂടുതൽ സമ്പുഷ്ടമാക്കി ജനങ്ങളുടെ സഹകരണത്തോടും സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടും സഹകരണത്തോടും ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെ സഹായത്തോടും അതിനെല്ലാം അപ്പുറം വ്യക്തികളായ ജനങ്ങളുടെ നേതൃത്വശേഷിയും അവരുടെ പ്രവർത്തന മികവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയമായ പ്രസ്ഥാനമായി കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ വ്യത്യസ്ത അസംബ്ലി മേഖലകളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ ഇവ കൈകാര്യം ചെയ്യാൻ സഖാവ് ഇളവരം കരീം നിങ്ങളോടൊപ്പം നിൽക്കും. നിങ്ങളുടെ മുന്നിൽ നിൽക്കുമെന്ന് ഞാൻ പറയുന്നു, നിങ്ങൾക്കൊപ്പം നിൽക്കും. അതാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സമീപനം. ഇത്രമാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്.